ധനശ്രീ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് സമ്പത്ത് അളവില്ലാതെ ഒഴുകിയെത്തും എന്നതിനെ പറ്റിയാണ്. ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അദ്ദേഹം പറയുന്ന ഒരു വലിയ പ്രതിസന്ധി സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. എങ്ങനെ അതിനെ തരണം ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ ചാനലിലുടനീളം ഇനി ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. അതിലാദ്യത്തെ ഒരു മാർഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആദ്യം നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സമ്പത്ത് അളവില്ലാതെ വീടുകളിലേക്ക് ഒഴുകിയെത്തും എന്നതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിത്യേന ഉപയോഗിക്കുന്ന ഈ 3 പദാർത്ഥങ്ങൾ കൊണ്ട് നമുക്ക് സമ്പത്തിനെ നമ്മുടെ വീടുകളിലേക്ക് സ്വീകരിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് അരിയാണ്. അരിയെ സംബന്ധിച്ചിടത്തോളം അത് സമൃദ്ധിയുടെ അടയാളമാണ്. വിളവ് കൊയ്തെടുക്കുന്ന സമൃദ്ധി, പത്തായം നിറയ്ക്കുന്ന സമൃദ്ധി, ഇതൊക്കെയാണ് അരിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളക്, കറുത്തുപൊന്നെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വളരെ വിലയേറിയ ഒരു പദാർത്ഥം. അതുപോലെ തന്നെ രുചി വരുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പ്. ഈ 3 പദാർത്ഥങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സമ്പത്തിനെ വിളിച്ചു വരുത്തേണ്ടത് എന്നതിനെപ്പറ്റി നോക്കാം. ആദ്യം നമ്മൾ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിൽ 7-9 കുരുമുളകുകൾ നിക്ഷേപിക്കുക. അതിന് മുകളിലായി ഉപ്പ് വിതറുക. കുരുമുളകെല്ലാം മൂടി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് മുകളിലായിട്ട് അല്പം അരി നിറയ്ക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് നീറുന്ന അനുഭവങ്ങളാകുന്ന കുരുമുളകിനെ അലിച്ചില്ലാതാക്കുന്ന അല്ലെങ്കിൽ രുചി വരുത്തുന്ന ഉപ്പ് കൊണ്ട് മൂടി സമൃദ്ധിയാകുന്ന അരി കൊണ്ട് നിറയ്ക്കുകയാണ്. ഇതിനി എവിടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ എവിടെയാണോ അരി സൂക്ഷിച്ചു വയ്ക്കുന്നത്, അല്ല ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്, അതിൻ്റെ അടുത്തായി തന്നെ ഇത് സൂക്ഷിച്ചു വയ്ക്കണം. ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഫലം നമുക്ക് മനസ്സിലാക്കാനായിട്ട്, റിസൾട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങും. നല്ല ഒരു ബോധ്യത്തോടെ, വിശ്വാസത്തോടെ വേണം ഇങ്ങനെ ചെയ്യുവാനായിട്ട്.